ഇനി എന്റെ ജീവിതം എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പോരാടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ആ പോരാളികളെ ഞങ്ങൾക്കറിയാം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ വന്നാൽ നിങ്ങൾക്ക് അത് നേരിട്ട് കാണാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, സനാഥാലയം ക്യാൻ കെയർ സെന്റർ. സൗജന്യമായിട്ട് ഈ ട്രീറ്റ്മെന്റ് ടൈമിൽ ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കിയാണ് ഞങ്ങളത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 800-ലധികം മനുഷ്യരെ നേരിട്ട് കാണാനും അവരോടൊപ്പം ജീവിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കണ്ണുകൾ തിളങ്ങും. കാരണം ജീവിക്കാൻ കൊതിയാണ്. പക്ഷെ ഓരോ ദിവസവും കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ആ കൊതിയുടെ ആഴം കുറയും. കാരണം വേദന അമ്മാതിരി അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വായിലാണ് ഇപ്പോ അർബുദം ബാധിച്ചതെങ്കിൽ ഒരുപാട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവർ. ഒരുപാട് ഭക്ഷണം കഴിക്കണം, കപ്പയും മീനും ചോറും, അവരാഗ്രഹിച്ച സംഭവങ്ങളെല്ലാം കഴിക്കണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ തൊണ്ടയിലാണ് ക്യാൻസർ എങ്കിൽ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി അവരുടെ തൊണ്ടയൊക്കെ ഒന്നും കഴിക്കാനോ ഇറക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും.